സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഖാദർ കരിപ്പൊടിക്കെതിരെ വധശ്രമത്തിന് കേസ്. പള്ളിക്കര സ്വദേശി അബ്ദുൾ അഹാദിന്റെ പരാതിയിലാണ് കേസ്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി അബ്ദുൾ അഹാദിനെ ഖാദർ കരിപ്പൊടിയും സംഘവും ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. എന്താണ് ഖാദർ കരിപ്പൊടിയുമായി ബന്ധപ്പെട്ട് അറിയാനാകുന്നത്? സ്മൃതി, ശനിയാഴ്ച രാത്രിയാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം കാസർഗോഡ് അണങ്കൂരിൽ വെച്ച് നടന്നത്. ഈ പരാതിക്കാരൻ പള്ളിക്കര സ്വദേശിയായിട്ടുള്ള അബ്ദുൾ അഹാദാണ്. അഹാദ് ഗൾഫിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഈ ഖാദർ കരിപ്പൊടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഖാദർ കരിപ്പൊടിക്ക് ഗൾഫിൽ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, അവിടെ ഒരു പാർട്ട്ണറുമുണ്ട്. അത് ഈ മൊബൈൽ ഫോണിൻ്റെ ആക്സസറീസ് സാധനങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന, വലിയ തോതിൽ വിൽപ്പന നടത്തുന്ന ഒരു വ്യവസായമാണ് അല്ലെങ്കിൽ ബിസിനസ്സാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ പാർട്ട്ണർക്ക് ഈ അഹാദ് പണം നൽകാനുണ്ട്, അവിടെ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് പണം നൽകാനുണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. ആ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയാണ് ഈ അഹാദ് നാട്ടിൽ വന്ന ഘട്ടത്തിൽ ഇത് ഖാദർ കരിപ്പൊടി ചോദിക്കുകയും പിന്നീട് അതിൽ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. അണങ്കൂരിൽ വെച്ച് അവിടെ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ച് ഈ ഖാദർ കരിപ്പൊടിയും സംഘവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് അഹാദിൻ്റെ പരാതി. അഹാദിന് കണ്ണിനും ശരീരത്തിൽ കൈക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് ടൗൺ പോലീസ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വധശ്രമത്തിന് ഖാദർ കരിപ്പൊടിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. എന്നാൽ ഖാദർ കരിപ്പൊടി ഇതിൽ പറയുന്നത് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു, പണം നൽകാനുണ്ടായിരുന്നു. അത് തിരികെ ചോദിച്ചപ്പോൾ ഈ അഹാദിന്റെ ഭാഗത്ത് നിരന്തരമായിട്ടുള്ള ഭീഷണി ഉണ്ടായി. തനിക്കും തൻ്റെ പാർട്ട്ണർക്കും ഭീഷണി ഉണ്ടായി. ഇതേ തുടർന്നുണ്ടായ വാക്കുതർക്കവും കയ്യാങ്കളിയും മാത്രമാണ് ഉണ്ടായതെന്നാണ് ഖാദർ കരിപ്പൊടിയുടെ വിശദീകരണം. എന്തായാലും നിലവിൽ ഖാദർ കരിപ്പൊടി ഒളിവിലാണ് എന്ന കാര്യമാണ് പോലീസ് പറയുന്നത്. വധശ്രമത്തിനാണ് ഖാദർ കരിപ്പൊടിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അയാൾക്കായിട്ടുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.